പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസ് 10 എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കരുതും ഇതിനെന്താ ഇത്ര പുതുമ, ഗൂഗിളിൽ കയറി വിൻഡോസ് 10 ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്താൽ സാധനം കിട്ടും, അത് ഡൗൺലോഡ് ചെയ്താൽ പോരെ എന്ന്. എന്നാൽ അങ്ങനെ കിട്ടുന്ന ജെന്യുവിനും ഫുൾ വേർഷനും ആയിരിക്കില്ല. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ജെന്യുവൻ ആയിട്ടുള്ള ഫുൾ വേർഷൻ വിൻഡോസ് 10 എങ്ങനെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ വിൻഡോസ് 10 ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്പണായി വരുന്ന പേജിലെ ഫസ്റ്റ് ലിങ്കാണ് നമുക്ക് വേണ്ടത്. മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണിത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസറിൻ്റെ ഏറ്റവും മുകളിൽ വലതുവശത്തായി 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ മോർ ടൂൾസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെവലപ്പർ ടൂൾസ് സെലക്ട് ചെയ്യുക. ആ പേജിൻ്റെ മുകളിലും 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ലിസ്റ്റിൽ നിന്നും നെറ്റ്വർക്ക് കണ്ടീഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ആ പേജിൻ്റെ താഴേക്ക് വന്നിട്ട് അവിടെ യൂസർ ഏജൻറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ യൂസ് ബ്രൗസർ ഡിഫോൾട്ട് എന്നതിൻ്റെ ആ ടിക്ക് മാർക്ക് മാറ്റി കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ലിസ്റ്റിൽ നിന്നും ക്രോം OS എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ആ മൈക്രോസോഫ്റ്റിൻ്റെ ആ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിയേ, ഇത്രയും നേരം കണ്ട ആ പേജ് മാറി പുതിയൊരു പേജ് അവിടെ ഒന്നായിട്ട് കാണാൻ കഴിയും. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വിൻഡോസിൻ്റെ ISO ഫയൽ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺഫേം കൊടുക്കുക. അടുത്തതായി പ്രോഡക്റ്റിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആ കാണുന്ന ലിസ്റ്റിൽ നിന്നും ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള കൺഫേം കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ ആവശ്യം എന്ന് നോക്കിയിട്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഡൗൺലോഡ് ആവുന്ന ഫയൽ ജെന്യുനും ഫുൾ വേർഷനും ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.